ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. സ്പെയിൻ 2 ഫ്രാൻസ് 0. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഔട്ട്കം ആയിരുന്നു. സ്പെയിൻ ഇത്ര അടിപൊളിയായിട്ട് കളിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല, ആൻഡ് ഫ്രാൻസ് ഇത്ര മോശമായിട്ട് കളിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. സ്പെയിൻ എന്നെ അത്ഭുതപ്പെടുത്തിയേക്കാൾ കൂടുതൽ ഫ്രാൻസ് എന്നെ നിരാശപ്പെടുത്തിയെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഇത്രയും വലിയ ഫ്രണ്ട് ലൈൻ വെച്ച് ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തോ മല മറക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു എലി പോലും വന്നില്ല. ആരെയും മര്യാദയ്ക്ക് കണ്ടില്ല. ആ പിച്ചിനകത്ത് ഇത്രയും വലിയ അറ്റാക്കിംഗ് ടീമാണ് കളിക്കണമെന്നുള്ളൊരു ഫീലിംഗ് പോലും സ്പെയിൻ കൊടുക്കണ്ടായിരുന്നില്ല. ഒരു മീനിങ് ഫുൾ അറ്റാക്ക്, ഒരു നല്ല ഷോർട്ട് ഓൺ ടാർഗറ്റ് കണ്ടത് എപ്പോഴും 70ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോഴെന്തോ. അതുവരെ സ്പെയിനിൻ്റെ പ്യുവർ ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ ഡോമിനേഷൻ. ഇതിനകത്ത് എടുത്തു പറയേണ്ട 3 പ്ലേയേഴ്സാണ് എനിക്ക് തോന്നിയത്. ഓൾമോ, റോഡ്രി, ക്യുബാർസി. ഇവർ 3 പേരും ബോസ് ചെയ്തു ആ കളി. ഇവരുടെ കയ്യിലായിരുന്നു ആ കൺട്രോൾ മൊത്തം. ക്യുബാർസിയൊക്കെ ബാക്കിൽ ഒരു ചൂല് കൊണ്ട് നിൽക്കണ പോലെയാണ്, ഇങ്ങോട്ട് എന്ത് വന്നാലും അടിച്ച് അപ്പുറത്തിടും. ആ ഒരു ലെവലിലാണ് കളിക്കണേ. ബ്രില്യൻ പെർഫോമൻസ്. ആൻഡ് റോഡ്രി, എൻ്റെ ദൈവം, എങ്ങനെയാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഓടി നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വയ്യാണ്ടാവണ ഒരു ഫീല് പോലും ഇല്ല. എല്ലാ സാധനവും പുള്ളി അടിപൊളിയായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യും. എല്ലാ പാസും കറക്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പെയിൻ കളിക്കണത് എന്തോ ഒരു മാതിരി എന്താ പറയുക, ഒരു എക്സിബിഷൻ മാച്ച് കളിക്കുന്ന രീതിയിലായി. ചുമ്മാ പാസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ലെവലിലേക്ക് കളി കൊണ്ടെത്തിച്ചു. ഇത്രയും നാളും സ്പെയിൻ ഈ പോയിന്റ് വരെ എല്ലാ കളിയും കഷ്ടിച്ചാണ് ജയിച്ചത്. ബെൽജിയമായിട്ടായാലും പോർച്ചുഗലായിട്ടായാലും പലപ്പോഴും മെറീനോ ഇറങ്ങി വന്ന് ഗോൾ അടിക്കണത് കുറേ നമ്മൾ കണ്ടതാണ്. പലപ്പോഴും അങ്ങനത്തെ ഒരാളെ അവർ ഡിപ്പെൻഡ് ചെയ്യണത് കണ്ടതാണ്. പക്ഷേ ഈ കളിയിലേക്ക് വന്നപ്പോൾ അതൊന്നും വേണ്ടി വന്നില്ല. ആൻഡ് ഫ്രാൻസ്, ഞാൻ കളി തുടങ്ങിയ ഒരു ആദ്യത്തെ 10 മിനിറ്റ് ഫ്രാൻസ് അത്യാവശ്യം നന്നായി കളിക്കേണ്ടതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം ചെറിയ ചെറിയ അറ്റാക്ക് ഉണ്ടായിരുന്നു. വലിയ മീനിങ് ഫുൾ അറ്റാക്കൊന്നും അല്ലെങ്കിലും റാബിയോ അത്യാവശ്യം ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില പാസ് റിസീവ് ചെയ്യുന്നൊക്കെ റാബിയോ കൊള്ളാം എന്നൊക്കെ തോന്നി. ഇടയ്ക്കിങ്ങനെ ഒലീസെ ഇടയ്ക്കിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഒലീസയായിട്ടൊന്നും വലിയ മാച്ച് ഒന്നും ആയിരുന്നില്ല. ആദ്യത്തെ 10 മിനിറ്റ് മാത്രമേ അത് കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് ആഫ്റ്റർ ദാറ്റ് പെനാൽറ്റി കിട്ടണേ തൊട്ട് മുന്നേ ആ പെനാൽറ്റി കഴിഞ്ഞിട്ടും സ്പെയിനിൻ്റെ പ്യുവർ ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ ഡോമിനേഷൻ. ഈ ഓൾമോ ഇങ്ങനെ കളിക്കണതും ഭയങ്കര അത്ഭുതമാണ്. കാരണം ഓൾമോ ഭയങ്കര ഒരു ക്രിയേറ്റീവ് ത്രെറ്റ് പോലെയാണ് ഫീൽ ചെയ്യണത്. അത്ര വലിയ എന്താ പറയുക, എക്സ്പ്രസീവ് കിഡിലൻ ത്രൂ ബോളൊന്നും ഇടുന്നതല്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ പല സമയത്തും കറക്റ്റ് സ്ഥലത്തുണ്ട്. അതാണ് ഓൾമോയുടെ ഏറ്റവും വലിയ ഗുണം. ആൻഡ് ബോക്സിനകത്തേക്ക് കയറേണ്ട സമയത്ത് ഓൾമോ അവിടെ ഉണ്ട്. ഓൾമോയ്ക്ക് പലപ്പോഴും ബോൾ റിസീവ് ചെയ്യുമ്പോൾ ഓൾമോയുടെ ചുറ്റും 1 ഏക്കർ സ്ഥലമുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഫ്രാൻസിൻ്റെ ഡബിൾ പിവറ്റ് ഒട്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ചുമനി റാബിയോ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അത് റാബിയോയ്ക്ക് ശേഷം കോണെ വന്നിട്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൻഡ് 2 ഫുൾ ബാക്കും ഡീനിയൊക്കെ ലെമീൻ യമാലിൻ്റെ അടുത്ത് പോലും നിൽക്കില്ല എന്ന് നമുക്ക് അറിയുന്നൊരു പ്ലെയറാണ്. ഡീനിയെ വെറുതെ കൊന്നു. ഫസ്റ്റ് പെനാൽറ്റി ഉൾപ്പെടെ ആയാലും അങ്ങനത്തെ ചാലഞ്ച് വെക്കേണ്ട കാര്യമില്ല. ആ ഒരു സ്ഥലത്ത് പോയി ചുമ്മാ കാല് വെക്കുക, ഇതൊക്കെ വെറുതെയാണ്. ആൻഡ് നിങ്ങൾ സ്പെയിനിൻ്റെ മിഡ്ഫീൽഡ് ട്രീ എടുത്ത് നോക്കുക. ഇവർ ബോസ് ചെയ്ത കളിയാണിത് ഇന്നലെ. ഇന്നലെ ഒലീസെ, ചോമിനി, റാബിയോ, ഈ 3 പേർക്ക് അധികം ബോൾ കിട്ടുന്നേക്കാൾ കൂടുതൽ ഇതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ടീമിലുണ്ടായിരുന്ന ഫാബിയൻ, ഓൾമോ, റോഡ്രി, ഇവർ കളിച്ചതാണ് മാസ്റ്റർ ക്ലാസ്. പലപ്പോഴും ഞാൻ സ്പെയിനിൻ്റെ വീഡിയോ ഇവിടെ ചെയ്തപ്പോൾ പറഞ്ഞാണ്, പെഡ്രി അല്ലെങ്കിൽ ഫാബിയൻ എന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ പേര് ചീത്ത വിളിച്ചത്, എസ്പെഷ്യലി ബാഴ്സ ഫാൻസ്. എൻ്റെ ആ ക്ലിപ്പൊക്കെ കൊണ്ട് എക്സിലൊക്കെ ഇട്ട് എന്നെ കുറേ ട്രോൾ ചെയ്താണ്. പെഡ്രി വേണ്ട ഈ മിഡ്ഫീൽഡ് വർക്ക് ചെയ്യാൻ എന്ന് കാണിച്ചെന്നൊരു കളിയാണ്. കഴിഞ്ഞ 2 കളിയായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. പെഡ്രി വേണ്ടാന്നേ. എനിക്ക് പലപ്പോഴും ദേഷ്യമുള്ള കാര്യമാണ് വെൻ യു ഗിവ് ദ റോങ് പ്ലേയേഴ്സ് ദ ക്രെഡിറ്റ്. അതിനകത്തൊരു പ്ലെയറാണ് പെഡ്രി കളിക്കണമെന്നൊന്നും ഇല്ല ഈ മിഡ്ഫീൽഡ് വർക്ക് ചെയ്യാൻ. ഈ മിഡ്ഫീൽഡ് വർക്ക് ചെയ്യാൻ ഫാബിയൻ റൂയ്സ് വിചാരിച്ചാൽ മതി. ഇന്നലെ ഫാബിയൻ റൂയ്സിൻ്റെ ഡുവൽ വിന്നിംഗ് റേഷ്യോ 72% അടുത്തും കണ്ടാണ്. 7 ഗ്രൗണ്ട് ഡുവൽസിൽ 5 പുള്ളി വിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സെക്കൻഡ് ബോൾസും ഫാബിയൻ റൂയ്സോ അല്ലെങ്കിൽ റോഡ്രി വിൻ ചെയ്യും. ഇതൊക്കെയാണ് ഫാബിയൻ റൂയ്സിൻ്റെ ഗുണം. അല്ലാണ്ട് പെഡ്രി അവിടെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ പലപ്പോഴും ബാഴ്സ ഫാൻസിൻ്റെ പ്രശ്നമാണ് ഈ റോങ് പ്ലേയേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കൽ. അതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലെയറാണ് പെഡ്രി. ഇത് ബാഴ്സ ഫാൻസ് എന്നല്ലാണ്ട് മിക്ക ഫാൻസും ചെയ്യും. ഇപ്പോൾ ചെൽസി ഭയങ്കര കൈസൈഡോയുടെ കാര്യം പറഞ്ഞിങ്ങനെ ഇത് ചെയ്യണ പോലെ എല്ലാ ക്ലബിലും ഉണ്ട് റോങ് പ്ലേയേഴ്സിന് എപ്പോഴും ക്രെഡിറ്റ് കൊടുക്കുന്നത്. എനിക്കത് കാണുന്നത് ഇഷ്ടമല്ല. അത് പെഡ്രി എന്ത് ചെറിയ കാര്യം ചെയ്താലും അപ്പം കിടന്ന് കൈയടിക്കുകയും ചെയ്യും. ഈ ധോണി CSK കളിക്കണ പോലെയാണ്. ധോണി ചുമ്മാ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ന് പറഞ്ഞ് കാണിക്കണ പോലെയാണ് പെഡ്രി എന്തെങ്കിലും ചെയ്താൽ അപ്പം തന്നെ ഒച്ച ഉണ്ടാക്കും. അത്രയ്ക്ക് ഹൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് വെരി നോർമൽ ഫോർ എ മിഡ്ഫീൽഡർ. അതിൽ നന്നായി ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ മിഡ്ഫീൽഡറിന് ഇനിയുള്ള കാലത്തേക്ക് ആവശ്യം. അത് ഫാബിയൻ റൂയ്സ് അടിപൊളിയായിട്ട് കളിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. ഓൾമോയും കിടിലൻ കളിയായിരുന്നു. ബാലൻഡോർ വിൻ ചെയ്ത ഡെമ്പലെയാണോ അത്? ഒലീസയൊക്കെ ബോസ് ചെയ്യുന്ന കളിയായിരുന്നു ഇതുവരെ ഉള്ളത്. ഒലീസയ്ക്ക് ബോൾ കൊണ്ടിട്ട് തിരിയാൻ പറ്റുന്നില്ല. ഇപ്പുറത്ത് ബാർക്കോളയ്ക്കാണെങ്കിൽ ബോൾ കിട്ടുന്നില്ല. എംബാപ്പെ 1-2 പ്രാവശ്യം മര്യാദയ്ക്ക് ഓടി തുടങ്ങുമ്പോഴത്തേക്കും അത് അപ്പോഴേ ഓഫാണ്. ഒരു മര്യാദക്കുള്ള മീനിങ് ഫുൾ അറ്റാക്ക് ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും ഫസ്റ്റ് ടച്ച് പോലും പരമശോകമാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഈ ഫസ്റ്റ് ടച്ച് ശോകമാവുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ടാവുമ്പോഴാണ്.
നിങ്ങൾ സ്ഥിരം ഫുട്ബോൾ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ പേടിച്ചാണ് നിങ്ങൾ കളിക്കണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടച്ച് പോലും ശരിയാവില്ല. എപ്പോഴും ഫസ്റ്റ് ടച്ചിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഒരു പ്ലെയറിൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്ന് പറയാനായിട്ടത്. ഞാൻ ഫസ്റ്റ് ടച്ചിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടച്ചിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാനതൊരു ടർഫിൽ പോയി ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യായിരിക്കും, അന്നേരം ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഫസ്റ്റ് ടച്ച് പോകണതിൻ്റെ ഒരു മെയിൻ റീസൺ ധൈര്യം ഇല്ലാത്തതിൻ്റെയും ഒരു പേടിയുള്ളതിൻ്റെയാണ് ഉള്ളിൽ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പെനാൽറ്റിക്ക് ശേഷം ആ ഫ്രഞ്ച് പ്ലേയേഴ്സിൻ്റെ മൊത്തം ധൈര്യം ചോർന്നു പോയി. ഇവർക്ക് ആർക്കും എങ്ങനെയാണ് ബോൾ ഫ്രണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഒലീസെ നടുക്കളിച്ച് നോക്കി, ഒലീസ റൈറ്റ് വിങ് ഇറങ്ങി നോക്കി, ഡെമ്പലെ പിടിച്ച് നടുക്കാക്കി നോക്കി, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ക്യൂബാർസിയൊക്കെ എല്ലാ ബോളും ക്ലീൻ വിന്നിങ് ടാക്കിൾസാണ്, പലതും സിമ്പിളായിട്ട് പല ബോളും വിൻ ചെയ്യുന്നുണ്ട്. ഈസി കളിയായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയത് ഇവർ ചിലപ്പം ഫ്രാൻസ് കുറച്ചുകൂടി നേരത്തെ ടാക്ടിക്സ് ഒന്ന് മാറ്റണമായിരുന്നു. മേ ബി ഒരു ഏരിയൽ ബോളൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പെയിനിനെ ഒന്ന് പേടിപ്പിക്കാൻ പറ്റില്ല. ഒരു മറ്റേറ്റം നേരത്തെ ഇറക്കുമോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി നടന്നേനെ. പക്ഷേ മറ്റേറ്റം ഒന്നും ഇറങ്ങി പോലുമില്ല. ആൻഡ് പിന്നെ ഡെമ്പലൊക്കെ കുറേ നേരം വെറുതെ വച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നി. ഒലീസ് ഇറക്കണ നേരം കൊണ്ട് ആദ്യം ഡെമ്പൽ ഇറക്കി ഒലീസെ വിങ്ങിലേക്ക് ഇട്ടിട്ട് അതിന് ഒരു എക്സ്ട്രാ സ്ട്രൈക്കറിനെയും കൂടെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലും ചാൻസെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. മൈക്ക് മാഗ്നൻ്റെ കാലിൽ ബോൾ ഇട്ടുമ്പോൾ എനിക്ക് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. എൻ്റെ ദൈവം ഇയാൾ എന്ത് കാണിക്കണമെന്ന് പലതും ഫീൽ ചെയ്തു. ആദ്യമൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു, പക്ഷെ പിന്നെ എല്ലാവരുടെയും ടച്ച് ശോകം. മൈക്ക് മാഗ്നൻ്റെ ആയാലും കുണ്ടയുടെ ഒക്കെ ഫസ്റ്റ് ടച്ച് ആണെങ്കിലും എല്ലാവരുടെയും ഫസ്റ്റ് ടച്ച് ഭയങ്കര ശോകം. ഇതെങ്ങനെയാണ് ഒരു ടീം മൊത്തത്തിൽ ഇങ്ങനെ കളിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് ഇത്ര നാളും കണ്ട ഫ്രാൻസ് അല്ല ഇങ്ങനെ. എനിക്ക് ഫ്രാൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കുറച്ചുകൂടി എൻഡ് ടു എൻഡ് ഗെയിമും കുറച്ചുകൂടി ഒരു എക്സ്പ്രസീവ് ഫുട്ബോളും ഞാൻ രണ്ട് ടീമിൽ നിന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് ഒരു ടീം മാത്രമേ എനിക്ക് തന്നുള്ളൂ. ആ ഒരു നിരാശ എനിക്കുണ്ട്. കാരണം ഞാനൊരു കുറച്ചുകൂടി ടൈറ്റ് സെമി ഫൈനലാണ് എക്സ്പെക്ട് ചെയ്തത്. ആൻഡ് സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയർ എനിക്ക് അത്ര വലിയ അറ്റ്മോസ്ഫിയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തു. ഒരു സെമി ഫൈനലിൻ്റെ അറ്റ്മോസ്ഫിയർ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പലപ്പോഴും ഭയങ്കര സൈലൻ്റ് ഒക്കെ ആയപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താണെന്നറിയില്ല. പക്ഷെ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി കളി കണ്ടൊരു ഫീലില്ല. സെമി ഫൈനലായിരുന്നു എന്നുള്ളൊരു ഫീൽ വന്നില്ല. സ്പെയിൻ ബോസ് ചെയ്ത് കളഞ്ഞു കളി. എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു. ഒയർസബാലൊക്കെ ഫോൾസ് നൈൻ കളിക്കേണ്ട എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നു. വിങ്ങി കളിച്ച യമാലായാലും അപ്പുറത്ത് ബയനയാണെങ്കിലും ഇവർ ഭയങ്കര മീനിങ് ഫുൾ ചാൻസ് അറ്റാക്കും ക്രിയേറ്റ് ചെയ്യുന്നതല്ലെങ്കിലും ഇവർ ആ ഫുൾ ബാക്സ് നല്ല പണി കൊടുക്കുന്നുണ്ടായിരുന്നു. ഡീനിയൊക്കെ വെറുതെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. ആൻഡ് ഈ ചൂമിനി പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടുന്നതല്ലാണ്ട് എനിക്ക് മര്യാദയ്ക്കൊരു ബോൾ വിൻ ചെയ്യുന്നു അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. റാബി എന്തിനാണ് ഫസ്റ്റ് പോയി ആ ടാക്കിൾ ചെയ്ത് യെല്ലോ കാർഡ് മേടിച്ചതെന്ന് എനിക്കറിയില്ല. അതൊക്കെ വെറുതെ സില്ലി സാധനങ്ങളായിരുന്നു. സ്പെയിൻ ഡിസേർവ്ഡ് ഇറ്റ്. എന്തൊക്കെ പറഞ്ഞാലും സ്പെയിൻ ഡിസേർവ് ടു ഗോ ടു ദ ഫൈനൽ. ഈ കളി കളിച്ച് ഫ്രാൻസ് എങ്ങനെ എനിക്കറിയില്ല. മൊറോക്കോയൊക്കെ ഇങ്ങനെ നിഷ്പ്രഭം കൊന്ന ഫ്രാൻസ് അതിൻ്റെ ഒരു പകുതി കളി പോലും കാണിക്കുന്നില്ല. ഒലീസയ്ക്ക് ഒരു ബോൾ റിസീവ് ചെയ്തിട്ട് തിരിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണത് എന്ത് തരം കളിയായിരിക്കും അതെനിക്ക് മനസ്സിലാവും. ഒലീസയ്ക്ക് ഒരു ബോൾ റിസീവ് ചെയ്തിട്ട് തിരിയാൻ പറ്റുന്നില്ല. ഹി കാൺ ടേൺ. അപ്പോഴത്തേക്ക് ബോൾ കാലിന്ന് പോവുക. ഇതൊന്നും ഞാൻ ഒലീസയിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യമല്ല. ഡെമ്പലയുടെ ഒരു മീനിങ് ഫുൾ അറ്റാക്ക് പോലും കണ്ടില്ല. എനിക്ക് ലൂയിസ് എൻട്രിക്ക് നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണെന്ന് തോന്നുന്നു. ഡെമ്പലെ വിങ്ങി കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തോന്നുന്നു പുള്ളി സെൻറ്റർ ഫോർവേഡ് കളിപ്പിച്ചു തുടങ്ങി. ഡിസറി ഡുവേ വന്ന് നോക്കി, ഒരു കാര്യമില്ല. ഞാൻ ക്രെഡിറ്റ്സ് ടു സ്പെയിൻ്റെ ഫുൾ ബാക്ക് കുക്കറേയും പെഡ്രോ പോറോ. ഇവർ വേറെ ലെവൽ കളിയായിരുന്നു. പെഡ്രോ പോറോയുടെ ഗോളൊക്കെ ഡാനിയൽ മുട്ടർ കിടിലൻ 1-2 ആയിരുന്നെങ്കിലും പെഡ്രോ പോറോ ഭയങ്കര ഡിറ്റർമിൻഡാണ് ഫ്രണ്ടിലേക്ക് ഓടിക്കാറ്. ഇവർക്ക് പ്രോപ്പർ എന്താ പറയുക, ഒരു വിങ്ങിൽ അറ്റാക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഈ വിങ് ബാക്ക് കൊടുക്കുന്നൊരു വിട്ടിലൊക്കെയാണ്. അത് കുക്കറേയും പെഡ്രോ പോറോ അടിപൊളിയായിട്ട് ചെയ്തു. കുക്കറയൊക്കെ എല്ലാ ചെറിയ ടാക്കിളും വിൻ ചെയ്യേണ്ടത്. ഒരു ടാക്കിൾ പോലും മര്യാദയ്ക്ക് ഒരു ഫ്രഞ്ച് അറ്റാക്കർ വിൻ ചെയ്തു എന്ന് പറയാൻ എനിക്ക് പറ്റുന്നു. ഒരു ഡ്വെല്ല് വിൻ ചെയ്തു എന്നോ ആ മിഡ്ഫീൽഡിൽ ആരെങ്കിലും മര്യാദയ്ക്ക് ഡ്വെൽസ് വിൻ ചെയ്തു എന്നോ ഒന്നും എനിക്ക് ഒരു ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു കളിയില്ലായിരുന്നു. റോഡ്രി മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു ഇന്നലെ. ഇനി എന്തായാലും ഇന്നത്തെ സെമി ഫൈനൽ ആര് ജയിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ദിസ് വാസ് ഡിസപ്പോയിൻറ്റിങ് ഫ്രം ഫ്രാൻസ്. ഇതൊരുമാതിരി ഇവരെന്തോ ഭാഗ്യത്തിന് സെമി ഫൈനലിൽ കയറി കളിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പ്രോപ്പർ സെമി ഫൈനലിസ്റ്റ് കളിക്കുന്ന ഒരു ഫീൽ പോലും ഫ്രാൻസ് എനിക്ക് തന്നില്ല. ദാറ്റ് വാസ് വെരി ഡിസപ്പോയിൻറ്റിങ്. എന്തൊക്കെയായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ മാച്ച് എന്താവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഹോപ്പ് സ്പെയിനിനൊരു നല്ല എതിരാളിയെ കിട്ടുന്നു, ഒരു നല്ല കളി കാണാൻ പറ്റുന്ന ഫൈനലിൽ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.